സേവ് അർജുൻ എന്ന പേരിൽ ജനകീയ സമിതി ഈ നാട്ടിൽ രൂപീകരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം കണ്ണാടിക്കലും തണ്ണീർപ്പന്തലൊക്കെ തന്നെ ഇവർ പ്രതിഷേധവുമായി സംഘടിച്ചിരുന്നു. സേവ് അർജുൻ ജനകീയ കൂട്ടായ്മയുടെ പ്രതിനിധി കൃഷ്ണദാസ് ചേരുന്നു. ഈ 7ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എന്താണ് ഈ ഘട്ടത്തിൽ ഈ സേവ് അർജുൻ ടീമിന് പറയാനുള്ളത്? ഞങ്ങളിപ്പോഴും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. ആ കുടുംബം പ്രതീക്ഷയോടെ ഇരിക്കുന്ന പോലെ തന്നെയാണ് ഈ നാടും കാത്തിരിക്കുന്നത്. ആ കാത്തിരിപ്പിന് പ്രതീക്ഷയ്ക്ക് എന്തെങ്കിലും അങ്ങനെ നിൽക്കും എന്ന് തോന്നിയപ്പോഴാണ് ഒരു ജനകീയ കൂട്ടായ്മ പ്രക്ഷോഭത്തിൻ്റെ രൂപത്തിലേക്ക് ഇന്നലെ കടന്നു വരാനുള്ള സാഹചര്യം ഉണ്ടായത്. ഇന്ന് പരിശോധിക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ പ്രാദേശികമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ MP, കോഴിക്കോടിൻ്റെ MP, അതുപോലെ തന്നെ മഞ്ചേശ്വരത്തെ MLA ഇവരെല്ലാവരും സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ഇന്നലത്തേനേക്കാൾ മെച്ചമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആ മേഖലയിൽ നിന്നുണ്ടാവുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എന്തായാലും വിലയേറിയ കുറേ മണിക്കൂറുകൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ നഷ്ടപ്പെട്ടലുകളെ എല്ലാം മറന്നുകൊണ്ട് ഇനിയുള്ള നിമിഷങ്ങൾ ഓരോന്നും അർജുൻ്റെ ജീവന് വേണ്ടിയുള്ള വിലപ്പെട്ട നിമിഷങ്ങളാണെന്ന് മനസ്സിലാക്കി അധികാരികൾ ഉറച്ച ചുവടുവയ്പ്പുകളോടുകൂടി അർജുനെ തിരിച്ചെടുക്കാനുള്ള പ്രവർത്തനം നടത്തണമെന്നാണ് നാട്ടുകാർ എന്നുള്ള നിലക്ക് ഞങ്ങളുടെ ആവശ്യം. ഈ അർജുന സഹോദരി പറഞ്ഞ കുറച്ചും കൂടി സാങ്കേതിക സംവിധാനങ്ങൾ കൊണ്ടുവരാമായിരുന്നു. കാരണം വലിയൊരു ലോറിയാണ്, 12 വീല് ലോറിയാണ്. ലോറി കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. അർജുന അതിനകത്തുണ്ട് എന്ന് കരുതുന്നു. പക്ഷേ അത്ര വലിയ ലോറി മൺകൂനയിൽ നിന്നോ അല്ലെങ്കിൽ എവിടെ നിന്നോ കണ്ടെത്താൻ വേണ്ടി നമ്മുടെ ഈ രാജ്യത്തെ സംവിധാനത്തിന് സാധിക്കുന്നില്ല. അങ്ങനെ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകും. അത് എത്തിക്കാൻ ഒരു വൈകലുണ്ടായി അല്ലെങ്കിൽ ഇതുവരെ എത്തിയിട്ടില്ലെന്ന് പരാതി കുടുംബം പറയുന്നുണ്ട്. കുടുംബം മാത്രമല്ല, ഈ നാടൊന്നാകെ പറയുന്നതാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ സാങ്കേതിക വൈഭവം ഇത്രയേ ഉള്ളൂ എന്ന് ഞങ്ങൾ ചോദിച്ചു പോവുകയാണ്. കാരണം ചന്ദ്രനിലേക്ക് പോയിട്ട് ചന്ദ്രനിലെ കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി പോകുമ്പോൾ ഭൂമിയിൽ മണ്ണിനടിയിലുള്ള ഒരു ജീവൻ്റെ തുടിപ്പിനെ കണ്ടെത്താൻ പറ്റാതെ എന്ത് പുരോഗതിയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഉണ്ടെന്ന് അവകാശപ്പെടുന്നത്? എന്തായാലും ഇപ്പോൾ കരസേന വന്നപ്പോഴും ഇന്നലെ നമ്മൾ കേട്ടൊരു കാര്യം, ഇന്ന് അവർ റഡാർ എടുക്കാൻ പോകുന്നു എന്നാണ്. അവരൊരു ദൗത്യമുഖത്തേക്ക് വരുമ്പോൾ എന്തൊക്കെ കൊണ്ടുവരണം എന്നുള്ള കൃത്യമായൊരു നിർദ്ദേശം അവർക്ക് കിട്ടിയിട്ടില്ല എന്ന് ഞങ്ങൾ അത്ഭുതപ്പെടുകയാണ്. നമ്മുടെ ഈ നാട്ടിൽ ഞാൻ പറഞ്ഞില്ലേ മണിക്കൂറുകൾ നഷ്ടപ്പെടുത്തി. പക്ഷേ ഓരോ നിമിഷത്തിലും വേണ്ടത് മുൻകൂട്ടി കാണാനുള്ള ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അവിടെ നടന്നിട്ടില്ല എന്നാണ് ശക്തമായിട്ട് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. ഒരു ടെക്നിക്കൽ ടീം അവിടെ വർക്ക് ചെയ്യുന്നില്ല. കുറച്ച് JCB-കാരെയും ഡ്രൈവർമാരും വെച്ചുകൊണ്ടുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ മാത്രമാണ് അവിടെ നടന്നത്. ടെക്നിക്കലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നടന്നിട്ടില്ല. ടെക്നിക്കലായിട്ട് ചെയ്യേണ്ട എക്യുപ്മെൻറ്റ്സ് എത്തിച്ചിട്ടില്ല. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം ഒട്ടേറെ ദുരന്തമുഖങ്ങളെ നേരിട്ടവരാണ്. ഈ മണ്ണ് മാറ്റുന്നതിൽ പോലും പ്രഗത്ഭരായ ആളുകൾ